ചേട്ടാ അതെങ്ങനെ അങ്ങനെ വളഞ്ഞു പോയേ? ഇത് വണ്ടി ആക്സിഡന്റ് ആയതാണ്. വണ്ടി മറിഞ്ഞതാണ്. വണ്ടി മറിഞ്ഞിട്ട് കൈ കേട് വന്ന കൈ കെണുപ്പത്ത് വേറിട്ട് പോയിരുന്നു. പൊട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവര് അടിയിൽ മാവിട്ടിട്ട് കെട്ടിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് അങ്ങനെ 3 ആഴ്ച അതേപോലെ ചെയ്തു. അത് ചെയ്യുമ്പോഴും അവർ എക്സ്റേ എടുത്തിരുന്നു. എക്സ്റേ പിന്നെ കെട്ടുമ്പോഴും എടുത്ത്, കെട്ട് കഴിഞ്ഞതിന് ശേഷം എടുത്ത്, പിന്നെ അഴിക്കുമ്പോഴും എക്സ്റേ എടുത്ത്, അങ്ങനെ 3 ആഴ്ച അതേപോലെ കെട്ടിച്ചു. കെട്ടിച്ചിട്ട് 4ാമത്തെ ആഴ്ച ചെന്നപ്പോൾ അവർ ഇത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. 4ാമത്തെ ആഴ്ച ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാവരും കൂടെ 2-3 ഡോക്ടർ, 4ാമത്തെ ആഴ്ച 2 ഡോക്ടർ കൂടി 2 കമ്പൗണ്ടറും ചേർന്നിട്ട് കൈ വീണ്ടും വേറെടുത്തി. പൊട്ടിച്ചതിന് ശേഷം അവർ പ്ലാസ്റ്റർ ഇട്ടു. അതുവരെ അവർ കെട്ട് ചെയ്തത്. കൈ പൊട്ടിച്ചത് പിന്നെ 28 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെല്ലാൻ പറഞ്ഞു. അല്ല ചേട്ടാ, കൈ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ കൈ വേർപെടുത്തി, അതേപോലെ വേർപെടുത്തിയിട്ടാണ് പിന്നെ പ്ലാസ്റ്റർ ഇട്ടത്. വേദനിച്ചില്ലേ? വേദനിക്കാതെ എനിക്ക് ബോധം തന്നെ പോയിരുന്നു. ഓർമ്മ ഉണ്ടായിരുന്നില്ല വേദന കൊണ്ട്. ശേഷം പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം അവര് ഡോക്ടർമാർ എന്നെ പുറത്ത് കൊണ്ടുവന്ന് കിടത്തിയത്. ഒന്നും ചെയ്യാ പച്ചയില്. എന്നിട്ട് പിന്നെ 28 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്നോട്. 28 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അവർ പ്ലാസ്റ്റർ വെട്ടി. എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അത് അവർ കാണിച്ചു തന്നു. തെറാപ്പി ചെയ്യണില്ല, ഇന്ന രൂപത്തിലാണെന്നുള്ളത്. എന്നതിന് ശേഷം തെറാപ്പി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ നല്ല വേദന ഉണ്ടായിരുന്നു. അവർ വേദനയ്ക്കുള്ള ഗുളികയും തന്നു, വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞ് ഇനി സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. സർജറി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊന്നും പറയാതെ ഇങ്ങോട്ട് പോരുക ചെയ്തത്. ചെറിയ ഹോട്ടലാണ്, ചേട്ടനും ഭാര്യയും കൂടി ചേർന്നാണ് ചെറിയ ഹോട്ടലാണ്. അപ്പോൾ ആ കൈ കൊണ്ട് ഇപ്പോൾ പണിയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ചെറിയ ഹോട്ടലാണ്. ഇപ്പം ചെയ്യാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ ഒരാളെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്, ആൾക്ക് കൂലി കൊടുത്തിട്ട്. അപ്പോൾ ആ കൈയുടെ ജീവിത മാർഗം വേറെ ഇല്ല. വേറെ ഓപ്പറേഷൻ നടത്തുന്നത്. ഞങ്ങൾ വേറൊരു പ്രൈവറ്റ് ഡോക്ടറെ അടുത്ത് പോയി മഞ്ചേരി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കൈ ഫസ്റ്റില് സർജറി ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? അപ്പം മെഡിക്കൽ കോളേജ് അല്ലേ, അത്രേ കാണുള്ളൂ, അതാ പറഞ്ഞത്. ഇപ്പം എനിക്ക് കൈ വളവ് മാത്രമല്ല, കൈ നീളം കുറവുണ്ട്. ഈ കൈ നീളമില്ല, കൈ നീളം കുറവ്. എനിക്ക് ശരിക്കും കൈ ഇതേപോലെ ഇല്ല, നീളം കുറവാണ്. ഇതാ കണ്ടാലും അറിയാതാ, ഇത്രയും നീളം കുറവാണ് എൻ്റെ കൈ. പിന്നെ ഈ കൈ ശരിക്ക് നിവർത്താനോ കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്താനൊന്നും എനിക്ക് കഴിയുന്നില്ല. ചേട്ടാ ചേട്ടാ പരാതി ഒന്നും കൊടുത്തില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞത്? എനിക്ക് എടുക്കാൻ കഴിയില്ല. പരാതി ഒന്നും കൊടുത്തില്ല എന്നാ പറഞ്ഞത്? പരാതി കൊടുക്കാത്ത എന്താ? ആർക്കും പരാതി കൊടുത്തില്ല. എങ്ങനെ പരാതി കൊടുക്കുന്നത് എങ്ങനെ എന്താന്നുള്ളത് എനിക്കറിയില്ല. ഇതിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.